അയ്യപ്പേട്ട, വീണാമണിയെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ADM നവീൻ ബാബുവിന്റെ മരണം വന്നതോടുകൂടി, സംഭവിച്ചതോടുകൂടി അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലൊക്കെ നടത്തിയതാണ്. പക്ഷെ ഇപ്പോൾ വീണാമണി എവിടെയാണ്? എന്താണ് അവരുടെ ഒരു അവസ്ഥ? നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ പോലും അവർ വളരെയേറെ ഭയപ്പെട്ടിട്ടാണ്. ഒരു ഓട്ടോറിക്ഷയിൽ പോലും കയറാൻ വളരെയേറെ ഭയപ്പെട്ടിരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പെട്ടെന്ന് ഒരു സംശയം തോന്നിയത്, ഇപ്പോൾ അവരെവിടെയാണ്? എന്തെങ്കിലും അവരുടെ വിവരമുണ്ടോ? എന്തൊക്കെയാണ് കാര്യങ്ങൾ, അറിയാമോ ചേട്ടന്? അതായത് നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന വാർത്തയിൽ ഒരു വാർത്തയെങ്കിലും നവീൻ ബാബു എന്ന ആ ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം കൂടെയാണ്, നമ്മുടെ ഒരു ആവശ്യം കൂടെയാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഒന്നിടവിട്ടെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലെ മറ്റു സാമൂഹ്യ മാധ്യമങ്ങളുള്ളവരും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വെറുതെ 2 തവണ 3 തവണ വരെ ഞാൻ വിളിച്ചു. അപ്പോഴവർ സംസാരിച്ചത്, സാർ എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ഫോൺ നമ്പർ ട്രേസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് പറയുന്നത്, അവർ കേരളം വിട്ട് മാറി നിൽക്കുകയാണ്, കേരളത്തിൽ അവരില്ല, അവർക്ക് പേടിയാണ്. കേരളം വിട്ടു, അവർ കേരളത്തിലില്ല. അവരുടെ ഭൂമി കൂടി, അവരുടെ സ്ഥലം കൂടി, കണ്ണൂരുള്ള സ്ഥലം കൂടി അവർക്ക് വിൽക്കണം, അവർക്ക് അതെന്തെങ്കിലും ചെയ്യണം, എന്നിട്ട് എനിക്ക് എവിടെയെങ്കിലും മാറണം. അതായത് അവരുടെ സ്വന്തം കയ്യിലുള്ള ഭൂമി വിറ്റിട്ട് അവർക്ക് ഇവിടെ വിടേണ്ട ഒരു അവസ്ഥ, എവിടെയെങ്കിലും അവർക്ക് മാറണം. അപ്പൊ ഞാൻ ഈ ഫോൺ നമ്പർ ട്രേസ് ചെയ്യട്ടെ. നമ്മൾ മോഷണമോ കൊലപാതകമോ അല്ലല്ലോ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുകയല്ല സംസാരിക്കുന്നത് എന്ന് ഞാൻ ധൈര്യം കൊടുക്കുമ്പോൾ അവരെന്നോട് പറയുകയാണ്, സാർ എന്നെ ഗുരുവായൂർ വെച്ച് ഈ പറയുന്ന പോലെ CPM-കാർ ആക്രമിക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കൊടുത്ത പരാതിയിൽ ആ പരാതിയും ഞാൻ സാറിന് അയച്ചു തരാം, അതിന്മേൽ തിരിച്ച് അവിടെ നിന്ന് ഇതിലൊരു നടപടിയും എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ കോപ്പിയൊക്കെ നമ്മളത് ചെയ്തിരുന്നു. അവർക്ക് ഗുരുവായൂരിൽ വെച്ചിട്ട് അവരെ ആക്രമിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ തുടർന്ന് അവർ പരാതി കൊടുത്തു. ആ പരാതിയിൽ മേൽ പോലീസ് പറഞ്ഞത് ഞങ്ങൾക്ക് മേളിൽ നിന്ന് നിർദ്ദേശമുണ്ട്, ഇതിലൊന്നും ചെയ്യരുത് എന്നാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഒരു സിനിമാ താരത്തിന് ഫോണിലൂടെ അല്ല ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ട് അസഭ്യം ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ട് ദ്വയാർത്ഥ പ്രയോഗത്തോടെ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യവസായിയെ പിന്തുടർന്ന് പിടിക്കുക, എന്നിട്ട് മുഖ്യമന്ത്രി പറയുക സ്ത്രീകൾക്ക് ഇവിടെ സുരക്ഷിതത്വം എന്ന് പറയുക. അപ്പൊ ഏതായാലും അവർ വളരെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നതേ അവരുടെ ആളുകൾക്ക്, അവർക്ക് വേണ്ടവർക്ക്, അതായത് ഇപ്പൊ നോക്കൂ, PP ദിവ്യക്ക് സുരക്ഷ ലഭിക്കുന്നില്ലേ? അതൊക്കെ ലഭിക്കും, അത് അവരുടെ ആളുകളായിരിക്കാം. പക്ഷെ അവർക്കെതിരെ പറയുന്നവർക്ക് ലഭിക്കില്ല. അതാണ് ഈ പറയുന്ന വീണാമണിക്കും സംഭവിച്ചിരിക്കുന്നത്, അല്ലെ? തീർച്ചയായിട്ടും വീണാമണി വളരെ സങ്കടത്തോടെയാണ് പറയുന്നത്, സാർ ഈ പറയുന്ന പോലെ എന്നെ എപ്പോഴും വേണമെങ്കിലും അവർ ആക്രമിക്കാം, ഞാൻ എവിടെയാണെന്ന് പോലും ഞാൻ സാറിനോട് പറയില്ല. എന്നിട്ട് പറഞ്ഞില്ല അവരെവിടെയാണെന്ന് പോലും പറഞ്ഞില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ സുപ്രീം കോടതിയിൽ വേറൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പോയിരുന്നു, എന്നിട്ട് എവിടെയാണെന്ന് പോലും സംസാരിച്ചില്ല. എന്നിട്ട് അവർ ഒരു കാര്യം കൂടെ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, കണ്ണൂർ കണ്ടതിലെ ഏറ്റവും മനുഷ്യത്വമില്ലാത്ത, ഇത്രയും മോശക്കാരനായ ഒരു കളക്ടർ അരുൺ കെ വിജയൻ അല്ലാതെ വേറെ ആരുമില്ല സാർ എന്നൊരു വാക്ക് അവർ പറഞ്ഞു. എന്നിട്ട് ഇത്രയും ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ഒരു കളക്ടർ വേറെ ഇല്ല, ഞങ്ങളാരും ഇത്രയും മോശക്കാരനായ ഒരു കളക്ടറെ കണ്ടിട്ടില്ല, അയാൾക്ക് ഈ കൊലപാതകത്തിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന് അവര് നമ്മളെപ്പോ സംസാരിക്കാൻ വിളിക്കുമ്പോഴും അവരിത് പറയാറുണ്ട്. ഇന്ന് അവര് മറ്റൊന്നും കൂടെ പറഞ്ഞു, അവിടെ ഈ സംഭവം നടന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ളവർക്കൊക്കെ തന്നെ അറിയാം, PP ദിവ്യയും ഈ കളക്ടറുമൊക്കെ ആയിട്ടുള്ള അടുപ്പം എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലേക്കുള്ളത് കൂടി ഒക്കെ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അവർ പറയുന്നത് മറ്റൊരു തലത്തിലേക്കുള്ളതാണ്. അവർക്ക് അങ്ങനെയുള്ള ഇൻഫർമേഷൻ അത്തരത്തിൽ വളരെ ശക്തിയായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ നിന്നാണ് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ ഇനി ഡിവിഷണൽ ബെഞ്ചിലേക്കാണ് ഈ കേസ് ഇനി പോകാനുള്ളത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് PP ദിവ്യയുടെ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ചില രേഖകളൊക്കെ കാണിച്ചത് കൂടി ഇവർ കൊണ്ടുപോയി ഈ ഡിവിഷണൽ ബെഞ്ചിലേക്ക് കൈമാറണം എന്ന് പലരും മറ്റു പല മുതിർന്ന ആൾക്കാരും പറയുന്നുണ്ട്. അതായത് കൗസർ എടപ്പകത്ത് എന്ന് പറയുന്ന ജഡ്ജി പറഞ്ഞത് ഇതിലൊന്നും തന്നെ ഇല്ല, അന്വേഷണ സംഘം അന്വേഷിച്ചത് മതി, എന്താവശ്യത്തിന് പറയുന്നു എന്ന് ജഡ്ജ് ആയതുകൊണ്ടും ഹൈക്കോടതി ആയതുകൊണ്ടും ഒക്കെ സമൂഹത്തിന് തിരിച്ച് എന്ത് പറയാൻ കഴിയുമെന്നൊരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. ഏതായാലും ഡിവിഷണൽ ബെഞ്ചിലേക്ക് പോകുമ്പോൾ
ആ കോടതിക്ക് മനസ്സിലാകാത്ത ഒരു തെളിവ് കൂടെ തന്നെ ഞങ്ങൾ വെക്കുന്നു. CPM-ലെ നേതാക്കൾക്ക്, CPM-ലെ സംസ്ഥാന സമിതിയിലുള്ള കണ്ണൂരുള്ള നേതാക്കൾക്ക് അനധികൃതമായുള്ള ഭൂമി ഇടപാടിന്റെ ഒരു ഉദാഹരണമാണ് PP ദിവ്യയുടെ ഭൂമിയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസം ആ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷമാസ് വെളിപ്പെടുത്തിയത്. ഷമാസ് തുടക്കം മുതൽ, അതായത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ എടുക്കാത്ത ഒരു ഇനിഷ്യേറ്റീവ് ഈ കേസിൽ ആ ചെറുപ്പക്കാരൻ PP ദിവ്യ ഇപ്പോ കേസ് കൊടുക്കും എന്നൊക്കെ പറയുമ്പോ അതൊന്നും നടപടിയാവില്ല. അതായത് ആ വിരട്ടലൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട, ഇത് ഉള്ളതാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ചെറുപ്പക്കാരന്റെ പത്രസമ്മേളനം ഉണ്ടായത്. അതായത് ചില സ്ഥാപിത താല്പര്യക്കാർക്ക്, ചില ഇന്നലെ വരെ പിന്നെ ചെന്നായി ആയിരുന്നായിരിക്കും എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് കള്ളനും കാവക്കാരനും ഭൂമി തട്ടിപ്പുകാരനും ഒക്കെ ആയിട്ട് ഇന്ന് അവന്റെ ആവശ്യങ്ങൾ കാണാൻ വേണ്ടി ആട്ടത്തോലിട്ട് വന്നിരിക്കുന്ന ചെന്നായ്ക്കൾ, അതിൽ ഒരു പ്രമുഖനായ ഒരുത്തനൊരു തട്ടിപ്പ് വിവരം ഇവരുടെ കൂടെ ഉണ്ട്. അവന്റെ പേര് ആസിഫ് എന്ന, മുഹമ്മദ് ആസിഫ് എന്ന ഇവരുടെ ഭർത്താവും ഈ ആസിഫും കൂടെ ചേർന്നുള്ള കാൾട്ടൺ എന്ന നാടാണ് അല്ലെ, കാർട്ടൺ എന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനി. ഇത് 2000 ഈ മഹദി എപ്പോഴാണ് പ്രസിഡന്റ് ആയത് അപ്പോൾ മുതൽ നിരവധി ബിനാമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്തുകൊണ്ട് CPM അല്ലെങ്കിൽ ഭരിക്കുന്നവർ CBI അന്വേഷണം വേണ്ട 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 എന്ന് പറഞ്ഞതിന്റെ തെളിവാണ് ഷമാസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് വ്യക്തമായിട്ട് പറയാം, ഇനിയെങ്കിലും ഇപ്പൊ ഡിവിഷണൽ ബെഞ്ചിൽ മിക്കവാറും ഇതിനി എങ്ങനെ മാറിപ്പോകുമെന്ന് അറിയില്ല. അവർ ഏതായാലും നിയമ വ്യവഹാരത്തിൽ തന്നെയാണ്, അവരുടെ കുടുംബം ഇതിന് പുറകെ തന്നെയാണ്. ഇന്നലെ സെക്രട്ടേറിയറ്റ് അല്ല, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സമരം ഉണ്ടായിരുന്നു. അതില് അദ്ദേഹത്തിന്റെ ഭാര്യ നവീൻ കെ ബാബു എന്ന് മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ ഇന്നലെ സമരത്തിൽ പങ്കെടുത്തിരുന്നു. നിങ്ങൾ സമരത്തിൽ പങ്കെടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു യൂണിയനിലുള്ളവരാണ്, ഇടതുപക്ഷ യൂണിയനിലുള്ളവരാണ്, അതുകൊണ്ടാണ് ഞാൻ പങ്കെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ എല്ലാ ഇതിനും കൂടെ നിൽക്കണമെന്നൊന്നും അർത്ഥമില്ല എന്നൊരു വ്യംഗ്യാർത്ഥത്തിൽ തന്നെ അവർ മറുപടി കൊടുത്തു. കൂടാതെ വീണാമണി പറഞ്ഞത്, ഇത്തരത്തിൽ ഇനിയിപ്പോ ഈ കേസ് പോണെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് തന്നെ എത്തിയാൽ ഇതിനെന്തെങ്കിലും കാര്യം, CBI അന്വേഷണം എന്ന് പറയുന്നത് വരുന്നത് എന്തുകൊണ്ട് CPM എതിർക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. ഇന്ന് 2ാം ദിവസവും PP ദിവ്യ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടും ഷമാസ് തെളിവുകളുമായി വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിലും ഒരാളെങ്കിലും തെളിവുകളുമായി വരണം. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഈ സമൂഹം കൊടുക്കുക തന്നെ വേണം. കാര്യം നമ്മുടെ ഈ കേസിന്റെ നാൾവഴികളിൽ എത്രയെങ്കിലും മാസം, ഒക്ടോബറിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അല്ലെ, ഒക്ടോബർ 15-നാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി ഈ 4 മാസവും ഇതിന് പുറകെ തന്നെ പല സാമൂഹ്യ മാധ്യമങ്ങളുമുണ്ട്. ദിവസം ഒരു വാർത്തയെങ്കിലും നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കാര്യം. എങ്കിലേ നമ്മൾ ഈ വാർത്ത ചെയ്യുമ്പോൾ നിരവധി പേർ ചോദിക്കുന്നുണ്ട്, എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആകാംക്ഷയ്ക്ക് കൂടെ നമ്മളും അവരോടൊപ്പം തന്നെ ആകാംക്ഷയോടെ ഉള്ളത് കൊണ്ട് നാം പറയുകയാണ്. കാര്യം ഈ ഷമാസ് കൊണ്ടുവന്ന തെളിവെന്ന് പറയുന്നത് വ്യക്തമായ തെളിവാണ്. ഷമാസ് ഇനിയും പല തെളിവുകളും പല ഭൂമി ഇടപാടുകളുടെയും കൊണ്ടുവരും. പിന്നെ വീണാമണി ഒന്നുകൂടെ പറഞ്ഞു, സർ ഇങ്ങനെ പോവുകയാണെങ്കിൽ കളക്ടർ ഇങ്ങനെ വഴിവിട്ട് സഹായിച്ചു, ഇവർക്കൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിലും ചിലപ്പോൾ കണ്ണൂരിന്റെ സ്വഭാവ രീതി അനുസരിച്ച് കളക്ടർ ഒരു വേള എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്ന് വരാം, കളക്ടർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് വരാം, ചിലപ്പോ എന്തെങ്കിലും ചെയ്യാമല്ലോ. പൂച്ച എലിയെ പിടിച്ചിട്ട് എലിയെ കൊല്ലുന്നതിന് മുന്നേ അടിച്ച് ഇങ്ങനെ ഇട്ട് കളിക്കുന്ന ഒരു കളിയുണ്ട്. പൂച്ച ഇങ്ങനെ കളിക്കും എലിയെ പിടിച്ചിട്ട്. അതുപോലെ സർക്കാർ ഇപ്പൊ ഇങ്ങനെ ഒരു അമ്മാനം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അതിനിപ്പോ അദ്ദേഹത്തിന് ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പം അരുൺ കെ വിജയൻ മാത്രമല്ല, ഇതിന് ഇപ്പോ അദ്ദേഹത്തിന്റെ എന്താ പറയാ സുഹൃത്തായിട്ടുള്ള PP ദിവ്യയുണ്ട്, പിന്നെ പ്രശാന്തനുണ്ട്, ഡ്രൈവർ ഷംസുദ്ദീനുണ്ട്. ഷംസുദ്ദീന്റെ ഒരു വിവരം പോലും ഇല്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും വേണ്ടത് അവരുടെ ഭൂമി ഇടപാടുകൾ, CPM-ന്റെ ഭൂമി ഇടപാടുകൾ CBI അന്വേഷിക്കാൻ വന്നാൽ അതെല്ലാം പുറത്താകും. അത് ഉറപ്പാണ്. CBI അന്വേഷിച്ചാൽ ആട്ടപടലം ഇത് പൂട്ടുമെന്നുള്ള കാര്യം CPM-ന് അറിയാം. അതോടെ ഈ പറയുന്ന പോലെ സഭയിൽ വെള്ളയിട്ട് നിന്ന് സംസാരിക്കുന്ന പല പ്രമുഖർക്കും പിന്നെ തല ഉയർത്തി നടക്കാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ ഒപ്പം അതൊന്നും പ്രശ്നം വരില്ല. അദ്ദേഹത്തിന്റെ ഓഫീസിൽ, അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ തൊട്ടടുത്തിരിക്കുന്ന ശീതീകരിച്ച മുറിയിൽ മറ്റൊരു വയസ്സായ സുന്ദരനുമുണ്ട്. വയസ്സായ സുന്ദരനും ഈ പറയുന്ന പോലെ പല ബിനാമി ഇടപാടുകളുടെയും ഏറ്റവും വലിയ സൂത്രധാരനാണ്. അപ്പോ CPM
എന്തുകൊണ്ട് CBIയെ അന്വേഷണത്തിന് വരണ്ട എന്ന് എതിർക്കുന്നു എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരമാണ് ഈ പറയുന്ന ഷമാസ് കഴിഞ്ഞ ദിവസം PP ദിവ്യയുടെ ഭൂമി ഇടപാടിൽ. ഇതൊന്നും ഒരു കേസിൽ മാത്രമൊന്നുമല്ല. ഇനി നമ്മൾ ഞെട്ടും കേരളം. ഈ പറയുന്ന ചെറുപ്പക്കാരനെ നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. കാര്യം അയാൾ ഇതിന്റെ പിറകെ തന്നെ ഉണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. അയാൾക്ക് ഈ പറയുന്ന രേഖകൾ കൊടുക്കാൻ CPM-നകത്ത് തന്നെ ആളുണ്ട് എന്നുള്ള ഉണ്ട്. അങ്ങനെ ഉണ്ടാകും. അതാണ് ഈ പാർട്ടി. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാക്കാം. ഉറപ്പായിട്ടും നമ്മൾ ഞെട്ടുന്ന പല കാര്യങ്ങളും ഈ നേതാക്കളെ സംബന്ധിച്ച് അതിന് CBI അന്വേഷണം വരെ പോകേണ്ടി വരുമെന്ന് തോന്നുന്നത് പോലുമില്ല.